Hi, today we are discussing some of the journal entries in internal reconstruction. So, internal reconstruction ചെയ്യുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട journal entries എന്തെല്ലാമാണ്? അതിലൊന്ന് പ്രധാനമായിട്ടുള്ളത് for reducing the capital by changing face value. For reducing capital. For reducing capital by changing face value. So ഇതിൽ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ഇതിന്റെ വാല്യൂ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഓൾഡ് ഷെയർസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഓൾഡ് ഷെയർസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഓൾഡ് share to share capital account. ഇവിടെ വാല്യൂ വരുന്നത് ഏതായിരിക്കും? ഇവിടെ വാല്യൂ വരുന്നത് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ന്യൂ ഷെയർസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ന്യൂ ഷെയർസ് മാത്രം. പെയ്ഡ് അപ്പ് value of new share. ഇതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് കൊടുക്കും. ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല റെഡ്യൂസിങ് ദി ക്യാപിറ്റൽ ബൈ ചേഞ്ചിങ് ഫേസ് വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ എമൗണ്ട് ഓൾഡ് ഷെയർ ക്യാപിറ്റലിനെ മൊത്തമായിട്ട് ഡെബിറ്റ് ചെയ്യും ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് പുതിയ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് എത്രയാണ് പുതിയ ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യും അഗൈൻ അതിന്റെ ഡിഫറൻസ് എന്ത് ചെയ്യും ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുള്ള അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് അതിന്റെ ഒരു ജേർണൽ എൻട്രി. ഇത് സെക്കൻഡ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിത്തൗട്ട് ചേഞ്ചിങ് ദ ഫേസ് വാല്യൂ വിത്തൗട്ട് ചേഞ്ചിങ് ഫേസ് വാല്യൂ സോ ഇവിടെ നമ്മൾ ഫേസ് വാല്യൂ ചേഞ്ച് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാണ് ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. സോ ഇവിടെ നമ്മൾ ഏത് മാത്രം റെഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് മാത്രം എന്ത് ചെയ്യുന്നു നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഒരു 1 lakh ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു അതിൽ എന്ത് ചെയ്യാണ് ഒരു 20,000 ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 20,000 എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇവിടെ എഴുതുള്ളൂ. എന്നിട്ട് അത് റെഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യും ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും. പിന്നെന്ന് പറയുന്നത് ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ദെൻ ഇൻ കേസ് ഏതെങ്കിലും റീവാലുവേഷൻ നടത്തുക നമ്മൾ ഈ സമയത്ത് അസറ്റുകളുടെ റീവാലുവേഷൻ നടത്തുന്നത് അപ്പൊ ഏതെങ്കിലും അസറ്റ് റീവാലുവേഷൻ നടത്തുമ്പോൾ ഉണ്ടാവുന്ന ജേർണൽ എൻട്രീസ് ഉണ്ടാവും. ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ് ഉണ്ടെങ്കിൽ ഇൻക്രീസസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്സ് ഏതെങ്കിലും അസറ്റ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മൾ എന്ത് ചെയ്യും അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപ് റിഡക്ഷൻ അക്കൗണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ
നമ്മുടെ ഇപ്പോഴുള്ള ബുക്ക് വാല്യൂ ഒരു 1 lakh ആണ്. അപ്പൊ നമ്മൾ റീവാല്യൂ ചെയ്തപ്പോൾ അതെന്ത് ചെയ്തു 1,20,000 ആയി. അപ്പൊ റീവാല്യൂ ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മുടെ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇന്റേണൽ റീകൺസ്ട്രക്ഷനുമായിട്ട് നടത്തിയിട്ടുള്ള റീവാല്യൂഷൻ ആയതുകൊണ്ട് ആ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ 20,000 ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് അസറ്റ് അപ്രീസിയേഷൻ ഉണ്ട്, വാല്യൂ ഓഫ് അസറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. പക്ഷെ ആ വാല്യൂ എത്രയാണോ കൂടിയിട്ടുള്ളത് ആ കൂടിയ വാല്യൂ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഡെബിറ്റ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് കുറെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അക്യുമുലേറ്റഡ് ലോസസ്, അതേപോലെ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള അസറ്റ്സ്, മറ്റേതെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, നമുക്കുണ്ടായിട്ടുള്ള അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടാവാം, അതേപോലെ പണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഓവർ വാല്യൂഡ് ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ടാവാം. മീൻസ് ഫോർ എക്സാമ്പിൾ ഗുഡ് വിൽ ഉണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റ്സ് ഉണ്ട്, അത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമുക്ക് അക്യുമുലേറ്റഡ് ലോസസ് അക്കൗണ്ട്, അക്യുമുലേറ്റഡ് ലോസസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പൊ പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ, അണ്ടർറൈറ്റേഴ്സ് കമ്മീഷൻ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു കേസിൽ ടു ഓവർ വാല്യൂഡ് അസറ്റ്സ്, ഓവർ വാല്യൂഡ് അസറ്റ്, ഏതെങ്കിലും ഒരു അസറ്റ്, നിലവിലുള്ള അസറ്റിന്റെ വാല്യൂ, ബുക്ക് വാല്യൂ കൂടുതലാണ് മാർക്കറ്റ് വാല്യൂ ആയിട്ട്, അല്ലെങ്കിൽ ആ അസറ്റിന് എന്തില്ല, വാല്യൂ ഇല്ല, ഫിക്ടീഷ്യസ് അസറ്റ് ആണ് എന്ന രീതിയിലുണ്ടെങ്കിൽ ആ ഓവർ വാല്യൂഡ് അസറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യാം. ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, എനി അൺറെക്കോർഡഡ് ലയബിലിറ്റി ടു എനി അൺറെക്കോർഡഡ് ലയബിലിറ്റി, പിന്നെ ഏതെങ്കിലും അൺറെക്കോർഡഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റൈറ്റ് ഓഫ് ചെയ്യാനും ഈ ഒരു കേസിൽ എടുക്കാം. സോ ഇപ്പോ നമ്മൾ എന്ത് ചെയ്തു, കുറെ അസറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഷെയർ ക്യാപിറ്റലുള്ള എമൗണ്ട്, അസറ്റ്സ് റീവാല്യൂ ചെയ്തപ്പോൾ കിട്ടിയ പ്രോഫിറ്റ്, ഇതെല്ലാം നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റി ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് ഈ ക്യാപിറ്റൽ റിഡക്ഷൻ ഉപയോഗിച്ച് നമുക്കുണ്ടായിട്ടുള്ള ലോസസ് അല്ലെങ്കിൽ അൺറെക്കോർഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ്, ഓവർ വാല്യൂഡ് ആയിട്ടുള്ള അസറ്റ്സ്, ഇതെല്ലാം എന്ത് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തു. ഇനി ഇതിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക്, മീൻസ് ക്യാപിറ്റൽ റിഡക്ഷനിലെ ബാലൻസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ക്യാപിറ്റലി നാച്ചുറൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ റിഡക്ഷനിലെ ബാലൻസ് എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ബാലൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ജേണൽ എൻട്രീസ്. ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും എന്താ പറയുക ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നുണ്ടാവാം, അത് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇങ്ങനെ എന്ത് ആണോ നമുക്ക് ആവശ്യമുള്ളത് അതിനൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയുമാണ് കോമൺ ആയിട്ടുള്ള നമുക്കുള്ള ജേണൽ എൻട്രീസ് ഉണ്ടാവുക. ഈ ജേണൽ എൻട്രീസ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഏതെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കാം. ഓക്കെ, ഹായ്, ഈ പ്രോബ്ലം ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ വീഡിയോ ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. സോ ഈ പ്രോബ്ലം ഒന്ന് നന്നായിട്ട് വായിക്കാം. ഓക്കെ,
Right. So we are discussing that problem. Example number 7. Actually, very small problem. So then, ഈ പ്രോബ്ലത്തിൽ പറയുന്നത് നമ്മുടെ ഒന്ന് ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ 10 രൂപയായിരുന്നു. ആ 10 രൂപയുടെ ഷെയർ ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്തു, 7 രൂപയുള്ള ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, 3 രൂപ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ അല്ലെ, ഷെയർ ക്യാപ് അക്കൗണ്ട് ഡെപ്റ്റർ 1 lakh ആണ് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത്. മീൻസ് പഴയ ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1 lakh ആണ്. ടു പുതിയ ഷെയർ ക്യാപിറ്റൽ 7 രൂപയുടെ ഷെയർ ക്യാപിറ്റലാണ് പറയുന്നത്. 7 രൂപയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇപ്പോൾ 70,000 ആണ്. അതിൽ പറയുന്നുണ്ട് നമ്പർ ഓഫ് ഷെയർസ് റിമെയിൻ അൺചേഞ്ച്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൽ പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഉണ്ട്. അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയറിന്റെ ഇക്വിറ്റി ഷെയറിന്റെ നമ്പർ റിമെയിൻ അൺചേഞ്ച്ഡ് ആണ്. അപ്പോൾ നമ്പർ സെയിം തന്നെയാണ്. പഴയത് എത്രയാണോ ഉള്ളത് 1 lakh ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 10,000 ഷെയർസ് കിട്ടും. 10,000 ഷെയർസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ഇപ്പോൾ പഴയ ഷെയർ ക്യാപിറ്റൽ 1 lakh ആണ്, ബാലൻസ് ഷീറ്റിലുണ്ട്. ലയബിലിറ്റി സൈഡ് കൊടുത്തിരിക്കുന്നു 1 lakh എന്ന് പറഞ്ഞിട്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, then equity share capital to equity share capital account debtor 75,000. then balance amount നമ്മൾ പറഞ്ഞ പോലെ to capital reduction account. balance amount 30,000 എവിടേക്ക് പോയി, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോയി. അപ്പോൾ ബീയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ജേർണൽ എൻട്രിന്റെ നരേഷൻ എഴുതി വെക്കാം. Being equity share capital have been reduced from face value 10 to 7. അത് എഴുതി വെച്ച് ഇതാണ് ഒരു ജേർണൽ എൻട്രി കിട്ടില്ലേ. ദെൻ നമുക്ക് നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ കേസാണ് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പറഞ്ഞത് അതിന്റെ ഫേസ് വാല്യൂ 100 rupees ആണ്. അപ്പോൾ 100 rupees പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 7% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് സ്കീം പ്രകാരം, ഇന്ത്യയുടെ റീകൺസ്ട്രക്ഷന്റെ സ്കീം പ്രകാരം 7% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, 7% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1 lakh തന്നെയാണ് എമൗണ്ട് ഉള്ളത്. 1 lakh എന്ന് പറഞ്ഞാല് 1000 ഷെയർസ് ഓഫ് 100 ഫേസ് വാല്യൂ. ഇപ്പോൾ 7% ഇൻട്രസ്റ്റ് ബിയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവിഡൻഡ് ബിയർ ചെയ്യുന്ന ഒരു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആയിരുന്നു. 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു, സ്കീം പ്രകാരം 7% ഉള്ളത് 8% പ്രിഫറൻസ് ഷെയർ, 8% ഇൻട്രസ്റ്റ് ബിയർ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്തു. പക്ഷെ അവർ പറയുന്നത് 100 രൂപയ്ക്ക് പകരം 75 rupees ആണ് പറയുന്നത് അല്ലെ. അപ്പൊ 75 rupees 75,000 ആയിട്ട് എന്ത് ചെയ്തു, അതിനെ റെഡ്യൂസ് ചെയ്തു. ദെൻ ബാലൻസ് എമൗണ്ട് അഗൈൻ നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് എമൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് 25,000. സോ നമുക്ക് എന്ത് ചെയ്യാം, ബി ഡയറക്ഷൻ എഴുതി വെക്കാം. ബി preference share capital is reduced from 100 face value of 100 rupees to face value of 75 rupees. So ഇതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ജേർണൽ എൻട്രി ഇത് രണ്ടുമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഈ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലെ യൂട്ടിലൈസേഷൻ ആണ്. എങ്ങനെയാണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്കീമിൽ തന്നെ പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് റൈറ്റ് ഓഫ് ചെയ്യാം, അതേപോലെ ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യാം, പിന്നെ ഓവർ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓവർ വാല്യൂ ഉണ്ട്, അത് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ നോക്കാം. ഇതില് മൊത്തം നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഒരു 25,000 30 ആണുള്ളത് എന്ന് പറഞ്ഞാൽ 30,000 പ്ലസ് 25 ടോട്ടലി 55,000 ആണ് ഇവിടെ ഉള്ളത്. ടോട്ടൽ 55,000 ആണ് ക്യാപിറ്റൽ റിഡക്ഷൻ. അത് മൊത്തം എഴുതണമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്കീം പ്രകാരം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നില്ല പ്രധാനം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയിട്ട് ടു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് തന്നിരിക്കുന്നു. ടു P&L അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു 26,000 ആവുന്നത് 26,000. ദെൻ നെക്സ്റ്റ് പറഞ്ഞ ടു ഗുഡ് വിൽ അക്കൗണ്ട് ആണ്. ഗുഡ് വിൽ അതും അസറ്റ് സൈഡില് ബാലൻസ് ഷീറ്റ് ഉണ്ട്. ടു ഗുഡ് വിൽ എന്ന് പറയുന്നത് 25,000 ഉണ്ട്. വിത്ത് ബാലൻസ് ഫോർ റൈറ്റിംഗ് ഡൗൺ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞത്. ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്, ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ 26,000 ആണ്, അതേപോലെ ഗുഡ് വിൽ 25,000 ആണ്. ദെൻ റിമൈനിങ് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ്ഡ് അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യാൻ എടുക്കാന്ന് പറയുന്നത്. ടു ഫിക്സ്ഡ് അസറ്റ്സ് നോക്കുക. 25 26 51,000 ആയി. ഫിക്സ്ഡ് അസറ്റ് പറയുന്നത് എത്ര ഉണ്ടാവുള്ളൂ, 4,000. ടോട്ടൽ 55,000 എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ എമൗണ്ട് ഉണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ. അപ്പൊ ടോട്ടൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബീങ് the capital reduction account is utilized for writing of profit and loss account, goodwill and fixed asset എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നരേഷൻ എഴുതാം. അതോടുകൂടി എന്ത് ചെയ്തു, ഈ ജേണൽ എൻട്രീസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ ബാലൻസ് ഷീറ്റ് മീൻസ് റീകൺസ്ട്രക്ഷന് ശേഷമുള്ള ആഫ്റ്റർ റീകൺസ്ട്രക്ഷന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള. അതുകൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. സോ നെക്സ്റ്റ് പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഓഫ് A Limited for after reconstruction as on 31st March 2018. ഇതാണ് അതിന്റെ ബാലൻസ് ഷീറ്റ് പറയുന്നത്. ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ ആസ് ഓൺ 31st March 2018. നമുക്ക് അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം വെർട്ടിക്കൽ ഫോമിലായതുകൊണ്ട് ന്യൂ ഫോമിലായതുകൊണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് പെർട്ടിക്കുലേഴ്സിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അല്ലേ. ഫസ്റ്റ് വൺ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിൽ ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അതിൽ എ കൊടുത്താൽ മതി. ഇക്വിറ്റി ക്യാപിറ്റൽ ഓണല്ല, ഷെയർ ക്യാപിറ്റൽ നോട്ട് 1. നമുക്ക് ഇതിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിലുള്ള ബാലൻസ് ഷീറ്റിൽ 2 ഷെയർ ക്യാപിറ്റലാണ് പറഞ്ഞത്. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ നോട്ട് 1 ഷെയർ ക്യാപിറ്റൽ, അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇപ്പൊ എത്രയേ ഉള്ളൂ. പുതിയ പ്രകാരം നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണുള്ളത്, 70
70,000 means 10,000 shares of 7 each. 10,000 shares of 7 each. 10,000 shares of 7 each. 7 each. 70,000. Then preferred share capital 75,000 means 1,000 shares of 75 each. ഇത് രണ്ടിന്റെയും കൂടി ടോട്ടൽ ആണ് ഇവിടെ വരിക. ഷെയർ ക്യാപിറ്റൽ വരിക 1,45,000. Then സെക്കൻഡ് ബി പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് നില്ലാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് നിൽ. Then നോൺ കറന്റ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റലിൽ ഇതേപോലെ നോൺ കറന്റ് ലയബിലിറ്റീസ് നോൺ കറന്റ് ലയബിലിറ്റീസും നില്ലാണ്. അതിലൊന്നും പറഞ്ഞിട്ടില്ല. ഷെയർ പിന്നെ നമുക്ക് ഒട്ടാണത് അതിൽ സെൻട്രി ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്ത് പറയും? കറന്റ് ലയബിലിറ്റീസിൽ കറന്റ് ലയബിലിറ്റീസ് സെൻട്രി ക്രെഡിറ്റേഴ്സ് 50,000. In total 1,95,000. 1,95,000. So ഇതാണ് ഫസ്റ്റ് പാർട്ട്. Then സെക്കൻഡ് പാർട്ട് പറയുന്നത് അസെറ്റ്സ്. സെക്കൻഡ് പാർട്ട് അസെറ്റ്സ് നോക്കാം. ഫിക്സ്ഡ് അസെറ്റ് എടുക്കാം. ഫിക്സ്ഡ് അസെറ്റ്സ് അതിൽ എ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസെറ്റ്സ് നമുക്ക് ഉണ്ടായിരുന്നത് നോട്ട് 2 നമുക്ക് ഇതില് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന ടാഞ്ചിബിൾ അസെറ്റ് അസെറ്റ്സ് 1,04,000 ബാലൻസ് ഷീറ്റില്. അതായത് 31 മാർച്ച് 2018 ബാലൻസ് ഷീറ്റ് പോകാൻ നമുക്ക് ടാഞ്ചിബിൾ അസെറ്റ് 1,04,000 ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ക്യാപിറ്റൽ റിഡക്ഷൻ സ്കീം പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ ഓഫ് ചെയ്തത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? റിഡ്യൂസ് ചെയ്യും. 4,000 നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ ഓഫ് ചെയ്തു. അപ്പോൾ ബാലൻസ് ഉള്ളത് 1 lakh ആണ്. അപ്പോൾ നോട്ട് നമ്പർ 2 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? 1 lakh ടാഞ്ചിബിൾ അസെറ്റ് ബാലൻസ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസെറ്റ് അല്ലേ? ഇൻടാഞ്ചിബിൾ അസെറ്റ്സ്. ഇപ്പൊ നോട്ട് നമ്പർ 3 എഴുതാം. നോട്ട് നമ്പർ 3 അതിന് വലിയ നോട്ടൊന്നും ആവശ്യമില്ല. നോട്ട് നമ്പർ 3 ഇൻടാഞ്ചിബിൾ അസെറ്റ് നമുക്കുണ്ടായിരുന്ന ഇൻടാഞ്ചിബിൾ അസെറ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിരുന്നത് ഗുഡ്വിൽ ആയിരുന്നു. അപ്പൊ ഗുഡ്വിൽ നമുക്ക് ആസ് പെർ ബാലൻസ് ഷീറ്റ് 25,000 ഉണ്ടായിരുന്നു. 25,000 ഗുഡ്വിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ അത് റിട്ടേൺ ഓഫ് ചെയ്തു അല്ലെ? 25,000 റിട്ടേൺ ഓഫ് ചെയ്തു. അപ്പോ റിട്ടേൺ ഓഫ് 25,000 അപ്പൊ നമുക്ക് എന്താണ്? നില്ലാണ്. അപ്പോ ഇൻടാഞ്ചിബിൾ അസെറ്റ് നോട്ട് നമ്പർ 3 പ്രകാരം ഇല്ല. ദെൻ കറന്റ് അസറ്റാ. പിന്നെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്ത്? കംപ്ലീറ്റ്ലി
റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ഭാഗമായിരിക്കില്ല ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ആ നോട്ട് ഇൻടാഞ്ചിബിൾ അസറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കറന്റ് അസറ്റ്സ്. കറന്റ് അസറ്റ്സ് അങ്ങനത്തെ തന്നിട്ടുണ്ട്. കറന്റ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 95,000. ഇതിന്റെ ടോട്ടൽ ചെയ്താൽ മതി. ടോട്ടൽ 1,95,000. 1,95,000 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി കിട്ടി. അതേപോലെ 1,95,000 അസറ്റ്സ് ഉണ്ട്. നമുക്ക് ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആഫ്റ്റർ എന്താണ് റീകൺസ്ട്രക്ഷൻ പീരീഡിലെ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ. അപ്പൊ ഇതിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് വന്നു. അതിൽ ഷെയർ ക്യാപിറ്റൽ വന്നു 1,45,000. ആദ്യം നമുക്ക് 1 lakh ഓൾഡ് ബാലൻസ് ഷീറ്റ് പ്രകാരം നമുക്ക് 1 lakh ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു, 1 lakh പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ന്യൂ പ്രകാരം ടോട്ടലി 1,45,000 എന്ന് പറഞ്ഞാൽ 2 lakh ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, 1,45,000 എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ദെൻ ബാലൻസ് എല്ലാം സെയിം തന്നെ. നോൺ കറന്റ് റിസർവ്സ് സർപ്ലസ് ഇല്ല. നോൺ കറന്റ് ലയബിലിറ്റീസിൽ ഒന്നുമില്ല. കറന്റ് ലയബിലിറ്റീസ് സൺഡി ക്രെഡിറ്റേഴ്സ് മാത്രമായിട്ട് 50,000. ദെൻ അസറ്റ്സിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫിക്സ്ഡ് അസറ്റ് 1,04,000 ആയിരുന്നു. ആ 1,04,000 നിന്ന് 4,000 റിട്ടേൺ ഓഫ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്തു, 1 lakh ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ദെൻ ഗുഡ്വിൽ, ഇൻടാഞ്ചിബിൾ അസറ്റിൽ ഗുഡ്വിൽ ഉണ്ടായിരുന്നു 25,000. ആ ഗുഡ്വിൽ കംപ്ലീറ്റ്ലി നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, 25,000. ദെൻ നമുക്ക് ഉണ്ടായിരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു. പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ഇവിടെ എവിടെയും കാണിച്ചിട്ടില്ല, കാരണം അത് കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റിട്ടേൺ ഓഫ് ചെയ്തായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും വേണ്ട. ദെൻ കറന്റ് അസറ്റ്സ് ടോട്ടൽ എമൗണ്ട് 95,000 ആയിരുന്നു. അപ്പൊ ഇതിന്റെ ടോട്ടൽ എന്ത് ചെയ്താൽ മതി, ബാലൻസ് ഷീറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ചെറിയ പ്രോബ്ലം കിട്ടിയ അതിന്റെ ജേണൽ ഫസ്റ്റ് ചെയ്തും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിന്റെ ബാലൻസ് ഷീറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. ആഫ്റ്റർ റീകൺസ്ട്രക്ഷന്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ സ്കീം മൊത്തം ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം നമുക്ക് എന്താണ് ഉണ്ടായിട്ടുള്ളത്, ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഓവർ വാല്യൂ ചെയ്ത അസറ്റും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫിക്റ്റീഷ്യസ് അസറ്റുകളും ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. അപ്പൊ ഈ ഒരു ഇതിന്റെ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ചോദിച്ചാൽ മതി. അപ്പോൾ ശരി, ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിർത്താം. നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.